അച്ഛൻ വാങ്ങിത്തന്ന സ്വർണവും ഭർത്താവ് വാങ്ങിത്തന്ന സ്വർണവും എല്ലാം എടുത്ത് ബസ് കണ്ടക്ടറിന് ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കി കൊടുക്കാമെന്നതിൻ്റെ അപ്പുറത്തേക്ക് നിൻ്റെ ലൈഫ് വളരെയധികം സ്ട്രഗിൾ ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്ത് ഒരു റീൽ കണ്ടപ്പോൾ ഞാനിങ്ങനെ സ്തംഭിച്ചിരുന്നു പോയി. അഖിൽ എന്നാദ്യമായി ബന്ധപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. കുറച്ച് സമയത്ത് റിയൽ ആണോ, അത് പ്രാങ്ക് ആണോ, അത് ചുമ്മാതെ റൂമേഴ്സ് ഇറക്കുവാണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് പോയി. പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് റിയൽ ആണ്. ഒരുപാട് പേർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ടു. എനിക്ക് ഇപ്പോഴും ആ ഒരു ഞെട്ടൽ വിട്ടു മാറിയിട്ടില്ല. എല്ലാവരും അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാനും സംസാരിക്കുന്നത് തെറ്റാണ്. പക്ഷേ പെൺകുട്ടികൾ ചില സമയത്ത് മിഥ്യാധാരണയിൽപ്പെട്ട് അല്ലെങ്കിൽ മോഹവലയത്തിൽപ്പെട്ട് അബദ്ധങ്ങൾ കാട്ടിക്കൊടും. പെൺകുട്ടികളാണ് അതിൽ മുന്നിൽ. അവർ പിന്നീട് അനുഭവിക്കുന്ന കോൺസിക്വൻസസ് എന്താണെന്ന് അവരറിയുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു അവയർനെസ് എന്നെ കേൾക്കുന്ന കുറച്ച് പേർക്കെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് എന്തെങ്കിലും പറയാമെന്ന് ഓർത്തിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നോർമലി യൂട്യൂബ് എപ്പോൾ തുറക്കുവാണെങ്കിലും ഇവരുടെ വീഡിയോസ് വരാറുണ്ട്. അപ്പോൾ നമ്മളൊക്കെ നോട്ടീസ് ചെയ്യും ചെറുപ്പക്കാരാണ്, ഭാര്യ ഭർത്താക്കന്മാരാണ്. ഏതൊക്കെ ഇൻ്റർവ്യൂസ് കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിലായി പ്രണയവിവാഹമായിരുന്നു. പാരൻസിന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിലും ഇവർ രണ്ടുപേരും രണ്ട് പാരൻസിനെ കൺവിൻസ് ചെയ്ത് വളരെ കെങ്കേമമായ രീതിയിൽ നടത്തിയ ഒരു വിവാഹമായിരുന്നു അല്ലേ. ഞാൻ ഇന്നലെ ഒരു ഉച്ചയോടുകൂടി ഇൻസ്റ്റഗ്രാം വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടി ഒളിച്ചോടുന്ന CCTV ഫൂട്ടേജ് കണ്ടു. എനിക്ക് അത്ഭുതം വന്നു. കാരണം എത്രമാത്രം പ്രിപ്പയർ ചെയ്തിട്ടാണ്, അതും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് ഇവൾ ഒളിച്ചോടി പോകുന്നത്. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് ഇവൾ ആ ഡ്രസ്സും സ്വർണവും ഒക്കെ പാക്ക് ചെയ്യാൻ, എന്താണെങ്കിലും അതിനകത്ത് ഡ്രസ്സും കൺമഷിയും ക്രീമുകളും മാത്രമായിരിക്കത്തില്ല. വിവാഹ സമയത്ത് അവൾക്ക് കൊടുത്ത അസറ്റും അവൾ എടുത്തിട്ടുണ്ടായിരിക്കും. കാരണം അത്രയും അങ്ങോട്ട് തീരെ ചെറിയ പ്രായമൊന്നുമല്ല, 18 വയസ്സിൽ താഴെയൊന്നും അല്ലല്ലോ. അപ്പോൾ ഒരാളുടെ കൂടെ ജീവിക്കാൻ അവളുടെ ഫാമിലി അസറ്റായിട്ട് കൊടുക്കുന്ന സ്വർണം മറ്റൊരുത്തൻ്റെ കൂടെ പോകുമ്പോൾ അവിടെയും എനിക്ക് ആവശ്യം വരുമെന്ന് വിചാരിച്ച് അവളുടെ ക്രീമും കൺമഷിയൊക്കെ എടുക്കുന്നതിന് മുന്നേ അവളുടെ സ്വർണം അവളുടെ അടുത്ത് ബാഗിനകത്ത് പാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയധികം ഒരു തയ്യാറെടുപ്പുകളോടുകൂടി ഈ ഒരു ഒളിച്ചോട്ടം, അതും ഒളിച്ചോടിയിരിക്കുന്ന സമയം CCTV ഫുട്ടേജിൻ്റെ മുകളിലായിട്ട് ഈ ടൈം എഴുതിയിരിക്കുന്നതാണ്. ഞാൻ ഞെട്ടിപ്പോയി. ഇതെന്തൊരു നാടാണെന്ന് ആലോചിച്ചു. കാരണം 10 മണിയും, അതായത് 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ് സംതിങ് ആയിട്ടേ ഉള്ളൂ. ആ നാട്ടിൽ ഒരൊറ്റ മനുഷ്യന്മാരിത് കണ്ടില്ലേ? അതും ആ ഒരു ടൈം ഇവരെ തിരഞ്ഞെടുക്കണമെങ്കിൽ ആ നാട്ടിലുള്ള ആളുകൾ 8 മണിക്ക് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരിക്കും. എനിക്കത് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. ബിക്കോസ് എൻ്റെ കുറവാണെന്നറിയില്ല, ഞങ്ങളുടെ ഈ നാട്ടിൽ ഈ പ്രദേശങ്ങളിൽ ഇനി എല്ലാവർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയില്ല. 12 മണിയായാലും ആരും ഉറങ്ങാറില്ല. എൻ്റെയൊക്കെ വീട്ടിൽ 11 മണിക്കാണ് ഡിന്നർ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സംസാരിച്ചിരുന്ന് ഈ ടെലഗ്രാമിൽ വല്ല സിനിമയും കണ്ടു കഴിഞ്ഞിട്ട് ചിലപ്പോൾ കിടക്കുന്നത് 1 മണിയാവുമായിരിക്കും. അപ്പോൾ ഈ 10 മണി എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് നട്ടുച്ചയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ലോകത്തിൽ ഏതോ ഒരു ഓണം കയറാൻ മൂലയിലാണ്. ഒന്നുമല്ല, നമ്മൾ കേരളത്തിൽ തന്നെയാണ്. പക്ഷേ ഈ 10 മണിക്ക് ഇവർ ആ ഒരു സമയം സെലക്ട് ചെയ്തതും ആ സമയത്ത് ആ നാട് ഭയങ്കര വിജനമായിട്ട് എല്ലാവരും ഉറങ്ങി, ഒറ്റ മനുഷ്യന്മാർ പോലും ഇല്ലാതെ മഴയൊക്കെ അല്ലേ. എനിക്ക് തോന്നുന്നു ആ പെണ്ണിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് വെള്ളത്തിലൊക്കെ ചവിട്ടിയാണ് പോകുന്നത്. അപ്പോൾ ആരും ഈ സമയത്ത് കണ്ടില്ലേ, അറിഞ്ഞില്ലേ? ഇവരുടെ വീട്ടിലുള്ളവർ എന്നെ എടുക്കുമായിരുന്നേ, അവരും പൂരം ഉറക്കുമായിരുന്നു കാണും. ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയായിരിക്കും, വാട്ട് എവർ. ഈ ഒളിച്ചോടി പോകുന്ന പോക്ക് കണ്ട് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആ ചെറുക്കൻ പാവം അല്ലെങ്കിൽ ഇവൾ ഭയങ്കരി എന്നൊന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെയുള്ള ചില ഫുട്ടേജുകൾ, അതായത് തെളിവുകൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അവളെ തെറ്റുകാരിയായിട്ട് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ. അവളുടെ ഭാഗത്താണ് തെറ്റെന്ന് മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം അവൻ ഇപ്പോഴും അവൻ്റെ വീട്ടിൽ എവിടെയോ അവൻ ഇരിപ്പുണ്ട്. കാരണം അവൻ പോലും അറിയാതെ അവനല്ല ഈ ഒരു തെറ്റ് ആദ്യം ചെയ്തത്, ഇവളാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മുന്നിൽ അവൾ തെറ്റാണ്, കാഴ്ചക്കാരുടെ മുന്നിലും തെറ്റാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവൾ ചെയ്തിരിക്കുന്നത് തെറ്റാണ്. പിന്നെ പല വാർത്തകളും കേട്ടു, ഈ പോലീസ് സ്റ്റേഷനിൽ, നൂറിനാട് പോലീസ് സ്റ്റേഷനിൽ എന്തോ വിളിപ്പിച്ചു. അപ്പം ഇവളും പുതിയ ഭർത്താവും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവൾ ആരോപിച്ചു അഖിലിന് മറ്റൊരു പെണ്ണുമായിട്ട് പ്രണയബന്ധം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഒളിച്ചോടി പോയതെന്ന്. എൻ്റെ പൊന്നു കുഞ്ഞെ, ഭർത്താവിന് മറ്റൊരു പെണ്ണുമായിട്ട് പ്രണയബന്ധം ഉണ്ടാകുന്നത് തെറ്റ് തന്നെയാണ്. നിയമ നടപടികളിലേക്ക് നിനക്ക് പൊക്കൂടെ? വിദ്യാഭ്യാസമുള്ള ഒരു പെൺകുട്ടിയല്ലേ? ഒളിച്ചോടി പോകുന്നതിന് തലേന്ന് പോലും പ്രൈവറ്റ് ബസ്സിൽ കയറി പഠിക്കാൻ തന്നെയല്ലേ നീ പോയത്? അപ്പം സാമാന്യമായിട്ട് ഒരു നിയമവ്യവസ്ഥകളെക്കുറിച്ച് ബോധ്യമുള്ള പെണ്ണല്ലേ. അപ്പോൾ ഭർത്താവിന് അങ്ങനെ ഒരു പരസ്ത്രീയുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നിൻ്റെ വീട്ടുകാരുമായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ നല്ലൊരു അഡ്വക്കേറ്റിനെ കണ്ട് അതിന് വേണ്ട അഡ്വൈസുകൾ എടുത്ത് നിയമപരമായിട്ട് നിനക്ക് നീങ്ങുകയോ ചെയ്യാമായിരുന്നു. ഇനി അതൊന്നും വേണ്ടെങ്കിൽ ഇപ്പോഴത്തെ പുതിയൊരു ട്രെൻഡ് ഉണ്ട്, നിനക്ക് സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്. എനിക്ക് തോന്നുന്നു 100 ഫോളോവേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇവൾക്കുണ്ട്. നിനക്ക് ആ അക്കൗണ്ടിൽ കൂടെ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞുകൂടായിരുന്നു. തെളിവ് സഹിതം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം നിന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നല്ലോ. അല്ലാതെ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിന് ശേഷം പോലീസുകാർ പിടിച്ച് വീട്ടുകാർ പിടിച്ച് കഴിയുമ്പോൾ ഒന്നും അറിയാതിരിക്കുന്ന ഒരു പാവം ചെക്കന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു, അത് നീ ചെയ്ത അതിനേക്കാളും കുറച്ചുകൂടെ ഒരു തെറ്റ് അവൻ്റെ തലയിലോട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം വിശ്വസിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? പ്രകൃതി ആ സത്യത്തെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് നിയമപരമായിട്ട് പോകാമായിരുന്നു. അല്ലെങ്കിൽ ഏതൊരു സ്ത്രീയും പോലെ നിനക്കൊരു ദേഷ്യവും വാശിയും കൂടിയിട്ട് നിനക്ക് വേണമെങ്കിൽ 4 ആളുടെ മുന്നിൽ അത് വിളിച്ച് പറയാമായിരുന്നു. അങ്ങനെ ചെയ്തത് തെറ്റാണെങ്കിൽ പോലും നിനക്ക് നിൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പറയാമായിരുന്നു, എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു വ്യക്തിക്ക് ആ വ്യക്തിയോടൊപ്പം എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ ആരും കരുതുന്ന ആളല്ല, ആ വ്യക്തിക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് നിനക്ക് പറയാമായിരുന്നു. നേരെ മറിച്ച് നീ അങ്ങനെ ഒരു അക്ഷരം പോലും മിണ്ടാതെ, അങ്ങനെ ഒരു കാര്യങ്ങളും നീ ആരോടും സംസാരിക്കുക പോലും ചെയ്യാതെ
തൊട്ട് തലേ ദിവസം പോലും ഈ അഖിൽ NRD എന്ന് പറയുന്ന ഈ പയ്യൻ്റെ കൂടെ നീ കോണ്ടന്റുകൾ എടുക്കാൻ ഷൂട്ടിങ്ങിന് 100% സപ്പോർട്ട് ചെയ്തൊരു പെണ്ണാണ് ഇവൾ. ഈ ഒളിച്ചോടി പോകുന്ന വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇവിടെ എന്നാ വൃത്തികെട്ട പരിപാടിയെ കാണിച്ചു. അതായത് ഈ പെണ്ണ് ഒരു തരത്തിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എങ്കിൽ പോലും ഒരു പെണ്ണ് ചെയ്യുന്ന ഒരു തരത്തിൽ നമുക്ക് ഒന്ന് നല്ല കാര്യം പറയാൻ തോന്നുന്നില്ല. കാരണം ഇവളിത് കുറച്ച് മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നതായിരിക്കുമല്ലോ. കാരണം അത്ര തയ്യാറെടുപ്പുകളിലൂടെയാണ് പുള്ളിക്കാരത്തി പോയിരിക്കുന്നത്. കയ്യിൽ 2 സഞ്ചിയുണ്ട്, തോളിൽ ഒരു ബാഗുണ്ട്, നല്ല പിങ്ക് കളറിലെ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, ചെരുപ്പ് എടുക്കാൻ മറന്നിട്ടില്ല, വളരെ നല്ല രീതിയിൽ നടന്ന് സുന്ദരി കുട്ടിയായിട്ട് അമ്മക്കെട്ടൊക്കെ കെട്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് എടുത്ത തീരുമാനമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ തീരുമാനം എടുത്ത സമയത്തെങ്കിലും നിനക്ക് അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ വന്ന് നിൽക്കുന്ന ആ ഒരു പ്രവണത ഒഴിവാക്കാമായിരുന്നു. ഒരു 6 മാസം മുന്നെങ്കിലും നിനക്ക് അയാളോട് നിൻ്റെ ഭർത്താവിനോട് പറയാമായിരുന്നു, എനിക്കിതിനോട് താല്പര്യമില്ല, എന്നെ ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കേണ്ട, ഞാനൊന്ന് മാറി നിന്നോട്ടെ എന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ നിനക്കും കുറച്ച് നല്ലതായിരുന്നു, ആ പാവം പിടിച്ച പയ്യനും നല്ലതായിരുന്നു. ഇത് ഞങ്ങളൊക്കെ നോക്കുമ്പോൾ നീ ഒളിച്ചോടി പോകുന്നതിന് തൊട്ട് തലേ ദിവസം പോലും നിൻ്റെ വീഡിയോസാണ് കാണുന്നത്. നീയും ഈ ഭർത്താവുമായിട്ട് സ്നേഹത്തിൽ നിൽക്കുന്ന വീഡിയോ ആണ് കാണുന്നത്. അതിൽ നിന്ന് ഞങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരേ സമയം നീ 2 പേരോടും ഒരേ രീതിയിൽ സംസാരിച്ച് സ്നേഹം കാണിച്ചു നിന്നു. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ കുറേ ഈ പയ്യൻ്റെ മൂവി പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസ്, അതായത് പപ്രാസിയിൽ എടുത്തിരിക്കുന്ന വീഡിയോസ് ഇൻസ്റ്റാഗ്രാം നീലക്കുയിൽ പോലുള്ള ചാനൽസിൽ ഇങ്ങനെ കണ്ടപ്പോൾ അവിടെ നമുക്കിങ്ങനെ സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു അകൽച്ച ഈ പുള്ളിക്കാരത്ത് കാണിക്കുന്നുണ്ട്. ഒരിക്കലും ഈ അഖിലിൻ്റെ ഒപ്പം നടക്കുവാനോ അഖിലിനെക്കുറിച്ച്, അതായത് സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നല്ലതാണ് കേട്ടോ എന്ന് എല്ലാ ഭാര്യമാരും പറയുന്നത് പോലെ അങ്ങനെയൊന്നും പുള്ളിക്കാരത്തി പറയുന്നില്ല. എങ്ങനെയുണ്ട് ചേച്ചിക്ക്, ഇഷ്ടപ്പെട്ടോ സിനിമ, അഖിലിനെ ഇഷ്ടപ്പെട്ടോ, സിനിമയിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ചപ്പോൾ കുഴപ്പമില്ല എന്നൊക്കെയാണ് കുറച്ച് അൺനെസസറി റീസൺസ് ഒക്കെ ആദ്യം പറഞ്ഞതിന് ശേഷം കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ വല്ലാണ്ട് ഈ പെൺകുട്ടിയുടെ മുഖത്ത് നിസ്സഹായനായിട്ട് നോക്കുന്നതൊക്കെ നമുക്ക് സൂക്ഷ്മമായി ഇപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഈ സംഭവം നടക്കാതെയാണ് ആ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ വളരെ വളരെ സന്തോഷം, അതായത് വളരെ സംതൃപ്തിയുള്ള ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ മാത്രമേ തോന്നത്തുള്ളൂ. അപ്പം ഇവളെ ഒരു തരത്തിലും ചേർത്ത് നിർത്താൻ പറ്റാത്തതിൻ്റെ കാര്യം, ഇവൾ ഒളിച്ചോടി പോകുന്നതിൻ്റെ തലേന്നും നമ്മൾ കാഴ്ചക്കാരുടെ മുന്നിൽ ഈ ആദ്യ ഭർത്താവിൻ്റെ കൂടെ ചിരിച്ച് കളിച്ച് ഉല്ലസിച്ച് റീൽസ് ചെയ്യാൻ ഇവൾ ആ ഒരു അത്രയും ഫ്രീ ആയിട്ട് നിന്നുവെങ്കിൽ അതെന്തൊരു ക്യാരക്ടറാണ്. ഒരു മനുഷ്യനെ നമുക്ക് ജഡ്ജ് ചെയ്യാനോ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യാനോ ഒന്നും യോഗ്യതയില്ല, നമുക്കതിനുള്ള റൈറ്റ് ഇല്ല. ഇത് ക്യാരക്ടർ അസാസിനേഷൻ ഒന്നുമല്ല. എങ്കിലും അതിശയോക്തി കൊണ്ട് ചോദിക്കുകയാണ്, എങ്ങനെ സാധിക്കുന്നു ഒരാളെ ഒരുത്തനെ വിളിച്ചിട്ട് ടൈമും സമയമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്നിട്ട് അതേ സമയത്ത് തന്നെ ഈ ആദ്യ ഭർത്താവിനൊപ്പം റീൽസ് ചെയ്യുക. അപ്പോൾ ഇവൾ പോയിരിക്കുന്നത് ബസ് കണ്ടക്ടറിൻ്റെ ഒപ്പമാണ്. ഒന്ന് ആലോചിച്ചോണം, അഖിൽ NRD എന്ന് പറയുന്ന ആൾ മർച്ചൻ്റ് നേവിയിൽ നിന്ന് പുള്ളി റിസൈൻ ചെയ്തിട്ട് ഈ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേഷൻ എന്നുള്ളൊരു മേഖല പുള്ളിക്കാരൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം നല്ല വിദ്യാഭ്യാസവും നല്ല കുടുംബവും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ്. എന്നിട്ട് ഈ ഭർത്താവിനെ ഇട്ടിട്ട്, ഇതൊന്നും ഒരു മനുഷ്യനെ ഏറ്റവും നല്ലതാണെന്ന് വരുത്തി തീർക്കാൻ പറ്റുന്ന ഘടകങ്ങളൊന്നും അല്ല. എങ്കിൽ പോലും നമ്മൾ പ്രത്യക്ഷത്തിൽ ചില കാര്യങ്ങൾ നോക്കിക്കഴിയുമ്പോൾ കാഴ്ചക്കാരൻ നല്ല രീതിയിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയുകയാണ്. ഇതുപോലൊരു ഫാമിലിയെയും ആ പയ്യനെയും ഇട്ടിട്ട് നീ പോയിരിക്കുന്നത് സാധാരണ പ്രൈവറ്റ് ബസ്സിലെ ഒരു ക്ലീനറിൻ്റെ ഒപ്പമാണ്. ഇനി ഡ്രൈവർ ആണെങ്കിൽ പോലും, ചില ആളുകൾ പറയുന്നത് ഡ്രൈവറാണ്, ചിലർ പറയുന്നത് ക്ലീനറാണ്. ഇനി നീ അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിനക്കറിയാമോ? ശരിയാണ്, നിനക്ക് എനിക്ക് തോന്നുന്നു 155K ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിലുണ്ട്, നിനക്ക് പ്രൊമോഷൻസ്, അതാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഭർത്താവിനെ ഇട്ടിട്ട് മറ്റാരുടെയും കൂടെ പോയി കഴിഞ്ഞ് കുറച്ച് വൈറലായി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ പ്രൊമോഷൻസ് കിട്ടും, ഇഷ്ടംപോലെ ബ്രാൻഡിൻ്റെ അംബാസിഡർ ആക്കി വെക്കും. അപ്പോൾ ഒരുപാട് നല്ല നല്ല തൊഴിലിടങ്ങൾ നിന്നെ തേടി വരുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നീ റിയാലിറ്റിയിൽ അനുഭവിക്കാൻ പോകുന്ന കുറേ കഷ്ടപ്പാടുകളുണ്ട്, കുറേ പാർഷ്യാലിറ്റീസ് ഉണ്ട്, നിന്നെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില ജീവിത സാഹചര്യങ്ങൾ നിന്നെ കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ നീ എപ്പോഴെങ്കിലും മനസ്സിലാക്കാൻ ഇടവരും എന്നുള്ളത് 100% നീ ഓർത്തിരിക്കണം. നീ ഇപ്പം നഷ്ടപ്പെടുത്തിയിട്ട് പോയ നിൻ്റെ ഭർത്താവിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ കുടുംബത്തിൽ ഒരു പക്ഷേ ഒരു 6 മാസം കഴിയുമ്പോൾ ഇവളുടെ കുടുംബം ചിലപ്പോൾ ഈ പെൺകുട്ടിയെ സ്വീകരിക്കുമായിരിക്കും. കാരണം ഇവളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മുഴുവനായിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 10-18 വയസ്സ് വരെ ഒറ്റ കുട്ടിയായിട്ട് വളർന്നതാണ്. 18 വയസ്സിന് ശേഷം മറ്റുമാണ് ഇവൾക്ക് ഒരു കുഞ്ഞ് അനുജത്തി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും അത്രയധികം പാമ്പർ ചെയ്ത് വളരെ പ്രതീക്ഷയോടെ വളർത്തിക്കൊണ്ടുവന്ന സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയാണിത്. അപ്പോൾ അവരുടെ മനസ്സ് ഇനി അങ്ങോട്ട് ചിലപ്പോൾ അലിഞ്ഞെന്നിരിക്കാം, കഷ്ടപ്പാടുകൾ കണ്ടിട്ട് സ്വീകരിച്ചെന്നിരിക്കാം. എങ്കിൽ പോലും അതിനൊക്കെ അപ്പുറത്തേക്ക് നീ അനുഭവിക്കാൻ പോകുന്ന കുറേ റിയാലിറ്റീസ് ഉണ്ട്. അതായത് നീ ഇട്ടിട്ട് പോയ പുരുഷൻ നല്ല രീതിയിൽ ജീവിക്കുന്നത് കാണുമ്പോൾ നിൻ്റെ ഒരു തരത്തിലും നിനക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ജീവിത സാഹചര്യം. ഇപ്പം നീ നോക്കിയത് 3 കുറി കണ്ടക്ടർ ചേട്ടൻ, കിളിച്ചേട്ടൻ, സുന്ദരനാണ്. ചില സിനിമകളിലൊക്കെ ഈ എന്താണ് ബസ് കണ്ടക്ടർ സിനിമകളിലൊക്കെ മമ്മൂട്ടിയെ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ മമ്മൂട്ടിയെ പോലെയൊന്നും അല്ല അവൻ ഇരിക്കുന്നത്. ഇത്രയൊക്കെ ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സിലൊരു ചോദ്യം വരെ, എങ്ങനെ ഇഷ്ടപ്പെട്ടു അവനെ? ഈ കാലഘട്ടത്തിൽ പെൺകുട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ജെൻസി കുട്ടികൾ നമ്മൾ കാണുന്നതാണല്ലേ, അവർക്ക് എത്ര ബോൾഡായിട്ടുള്ള തീരുമാനങ്ങളും ജീവിതത്തെക്കുറിച്ച് എത്ര നല്ല ദീർഘവീക്ഷണങ്ങളുമുള്ള കുട്ടികളാണെന്ന് അറിയുമോ? അതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഈ നെല്ലിൻ്റെ ഇടയ്ക്ക് പതിര് പോലെ കുറേ എണ്ണം. നീയൊക്കെ ചെയ്യുന്ന തെറ്റുകൾ മറ്റുള്ള കുട്ടികൾ ഒരിക്കലും ഇങ്ങനെ പഠിക്കും എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, കാരണം കുട്ടികൾക്ക് അത് തിരിച്ചറിയാനുള്ള ബോധമുണ്ട്. പക്ഷെ നീയൊക്കെ ചെന്ന് വീഴാൻ പോകുന്ന പടുകുഴിയിൽ നിന്നും നീ എന്ന് തിരിച്ചു കയറുമെന്നാണ് നിൻ്റെ വിചാരം? ഒരു കണ്ടക്ടർ എന്ന് പറയുന്ന തൊഴിലിനെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണുകയല്ല. പക്ഷേ ഭർതൃവതിയായിരുന്ന ഒരു സ്ത്രീയെ അവരുടെ കുടുംബത്തിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്ന ഒരുത്തൻ്റെ
സ്വഭാവം എത്ര മാന്യമായിരിക്കും, അവൻ്റെ ജീവിത രീതികളൊക്കെ വളരെ മനോഹരമായിരിക്കും. അതുമായിട്ട് ഉൾക്കൊണ്ട് പോകാൻ നീ കുറേ കഷ്ടപ്പെടേണ്ടി വരുമായിരിക്കും. നാളെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക, നാളെ ഒരിക്കൽ കേൾക്കട്ടെ സോഷ്യൽ മീഡിയയിലൂടെ നീ എങ്ങനെയാണ് ജീവിക്കുന്നതെന്നും, നീ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് മുൻപ് വരെ നീ ജീവിച്ചിരുന്ന ആ ഒരു പോഷ് ലൈഫ് ഉണ്ടല്ലോ, ഒരു സെലിബ്രിറ്റി ലൈഫ് ഉണ്ടല്ലോ, അതിനുവേണ്ടി കുറച്ച് നാളുകൾക്ക് ശേഷം നീ കൊതിക്കുമെന്നും ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം ആളുകൾ നിന്നെ ഇനി ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കും. നീ എന്താ ഇനി പോയിട്ട് എങ്ങനെ ജീവിക്കുന്നു, എന്താണ് നിന്റെ ജീവിതം എന്നൊക്കെ എനിക്ക് അറിയാൻ നല്ല താല്പര്യമുണ്ട്. കാരണം മലയാളികളായതുകൊണ്ടാണോ എന്നറിയത്തില്ല, ജീവിതം എന്തായിരിക്കും ഇനി അങ്ങോട്ട് എന്ന് കാണാൻ എനിക്ക് ഇപ്പോഴേ ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ പയ്യൻ ഒരു പാവമായതുകൊണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പയ്യൻ പാവമെന്നോ ഇവൾ ഭയങ്കരയെന്നോ ഒന്നും നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ നിലവിലത്തെ സാഹചര്യം തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടി നല്ല രീതിയിൽ അവനെ തേച്ചിട്ടുണ്ട്. അവളാണ് തെറ്റുകാരി എന്നേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. ഇനി അവൻ എത്ര വലിയ മഹാപാതകം ചെയ്തു എന്ന് പറഞ്ഞാലും അവൻ്റെ വീട്ടിൽ ഇവൾ സമാധാനത്തോടെ ഡ്രസ്സുകൾ പാക്ക് ചെയ്ത് സന്തോഷത്തോടെ ഇറങ്ങി പോകണമെങ്കിൽ ഇവൾ പറയുന്ന ഹീറാപ്പാറ ന്യായീകരണങ്ങളെല്ലാം 100% തെറ്റും. അഖിൽ NRD എന്ന് പറയുന്ന ആ പയ്യൻ്റെ അവസ്ഥയും ആ പയ്യനെയും അതായത് ചോദ്യമുനയിൽ നിർത്താതെ, ചേർത്ത് നിർത്തുക എന്നൊന്നും പറയുന്നില്ല എങ്കിലും അവൻ പാവമാണ് എന്ന് പറയാതെ നമ്മൾ പറയേണ്ട ഒരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം പെണ്ണുങ്ങളായാലും ഇത്രയും ഞാനിങ്ങനെ ആലോചിക്കും, അതായത് ഏതോ ഇൻഫ്ലുവൻസറുടെ വീഡിയോയിൽ രാജ്യം നടിഞ്ഞ് ഒളിച്ചോടാം. സത്യം ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്താണ് ഒളിച്ചോടുന്നത്. എത്ര ബാഗൊക്കെയാണ് എടുത്തിരിക്കുന്നത്, ജ്വല്ലറിയുടെ സഞ്ചിയൊക്കെ ഉണ്ട്. അതിനകത്ത് അച്ഛൻ വാങ്ങിത്തന്ന സ്വർണ്ണവും ഭർത്താവ് വാങ്ങിത്തന്ന സ്വർണ്ണവും എല്ലാം എടുത്ത് ബസ് കണ്ടക്ടറിന് ലൈഫ് കുറച്ചുകൂടെ ഈസി ആക്കി കൊടുക്കാമെന്നതിൻ്റെ അപ്പുറത്തേക്ക് നിൻ്റെ ലൈഫ് വളരെയധികം സ്ട്രഗിൾ ചെയ്യാൻ പോവുകയാണ്. നാണം കെട്ട് തിരിച്ച് നീ ഇട്ടിട്ട് പോയ ആളുകളുടെ മുന്നിൽ കൂടെ നടന്നു പോകേണ്ട ജീവിത സാഹചര്യങ്ങൾ നീ തിരഞ്ഞെടുത്തു എന്നുള്ളതിനെ നിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യണമോ അതോ നിന്നെ അടിച്ചു താഴ്ത്തണമോ എന്നൊന്നും അറിയത്തില്ല. കാരണം നമുക്ക് ആരെയും അടിച്ചു താഴ്ത്താനോ വിധിക്കാനോ ഉള്ള റൈറ്റ് നമുക്കില്ല. പക്ഷേ നീ അനുഭവിക്കാൻ പോകുന്നത് വളരെ ദുരിതപൂർണമായിട്ടുള്ളൊരു ജീവിതമായിരിക്കും. കാരണം നീ തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി, അവരുടെ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ നമുക്കാർക്കും കണ്ടില്ല എങ്കിലും കേട്ടിടത്തോളം മനസ്സിലായി. ആലപ്പുഴയിലുള്ള ഏതോ ലക്ഷം വീട് കോളനിയിലുള്ള ഒരു വ്യക്തിയാണത്. ആ വ്യക്തി ഇനി നിൻ്റെ വീട്ടുകാർ അഡോപ്റ്റ് ചെയ്ത് നിൻ്റെ വീട്ടിൽ കൊണ്ട് നിർത്തിയാൽ പോലും ആ വ്യക്തി മറ്റൊരു വ്യക്തി ആകാൻ പോകുന്നില്ല. അപ്പോൾ ബസ്സിലെ കിളികളോട് തോന്നുന്ന സ്നേഹം, അല്ലെങ്കിൽ ഓട്ടോ ഡ്രൈവറോട് തോന്നുന്ന സ്നേഹം, രാവിലെ പത്രം ഇടാൻ വരുന്ന ചേട്ടനോട് തോന്നുന്ന സ്നേഹം, ഇതൊക്കെ ഒരു പ്രായത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ തോന്നും. പക്ഷേ റിയാലിറ്റി എന്തെന്ന് മനസ്സിലാക്കണം. കാരണം ജീവിതം എന്നുള്ളത് അവനവൻ തന്നെ അനുഭവിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതം നമുക്ക് തരുന്നൊരു ടാസ്ക്കാണ്. അതിനെ എത്ര ദുരിതപൂർണ്ണമായിട്ടുള്ള വഴിയിലൂടെ കൊണ്ടുപോകണമെന്നും എത്ര ഈസി ആയിട്ടുള്ള വഴി കൂടെ കൊണ്ടുപോകണം എന്നുള്ളത് നമ്മുടെ കയ്യിലിരിപ്പ് പോലെ ഇരിക്കും എന്നുള്ളൊരു കാര്യം നിശ്ചയമായിട്ടും ഓർക്കേണ്ടതാണ്. വേണമെങ്കിൽ ഇവളിനി പറയുമ്പോൾ ഇവൾക്ക് ഭർത്തൃ വീട്ടിൽ ഭയങ്കര പീഡനം, അങ്ങനെ എത്രയോ പീഡനം അനുഭവിക്കുന്ന ആളുകളുണ്ട്. കല്യാണം കഴിച്ച ഭർത്താവിന് ഇഷ്ടമല്ല, ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ലാതെ വീട്ടിൽ നിന്നും തിരിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങുന്ന എത്രയോ പെൺകുട്ടികളുണ്ട്. അവർ സ്വന്തം വീട്ടിലേക്കാണ് മടങ്ങി പോകുന്നത് അല്ലേ. പക്ഷേ മറ്റൊരുത്തൻ്റെ കൂടെ, അതും സ്വന്തം ജീവിത സാഹചര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, സ്വന്തം മാതാപിതാക്കൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരുത്തൻ്റെ കൂടെ നീ പോയി ജീവിച്ചിട്ട് നിനക്ക് നാളെ ഫേസ് സ്കാനറുടെ പ്രൊമോഷൻ കിട്ടും, അല്ലെങ്കിൽ ലാക്മിയുടെ പ്രൊമോഷൻ കിട്ടും, അതുകൊണ്ട് നമുക്ക് ജീവിക്കാമെന്ന് പറയും. നീ വിചാരിച്ചിട്ടായിരിക്കും പോകുന്നത്. പക്ഷേ നീ പോയിരിക്കുന്ന വ്യക്തിയുടെ ജീവിത സാഹചര്യങ്ങൾ കുറച്ചുകൂടെ താഴെ ആയതുകൊണ്ട് ഈ പ്രൊമോഷൻസും ഈ വീഡിയോ എടുക്കലൊക്കെ ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ അവർക്ക് ശല്യമായിട്ടും അവർക്ക് നാണക്കേടായിട്ടും തോന്നുമ്പം എല്ലാത്തിനും ഒരു ലംഘനം വരും. ഒരു ലിമിറ്റേഷൻ അല്ലെങ്കിൽ ഒരു ഡെഡ് ലൈൻ നിനക്ക് മുന്നിൽ വരും. നീ ഓർക്കും, നിനക്ക് ഫ്രീഡത്തോടു കൂടി നീ ജീവിച്ച ഒരു കാലഘട്ടം, നിന്റെ എന്ത് ആഗ്രഹങ്ങളും നടത്തി തന്ന ഒരു ഭർത്താവ്, നിന്നെ 100% രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച കുടുംബങ്ങൾ, ഇതൊക്കെ നാളെ ഒരിക്കൽ നീ ഓർക്കാതെ ഈ ലോകം വിട്ടു പോകില്ല എന്നുള്ളൊരു കാര്യം നീ ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ പെൺകുട്ടികളോട് ഞാൻ പ്രത്യേകമായിട്ടൊരു കാര്യം പറയാണ്. വിവാഹം കഴിച്ചാലും വിവാഹം കഴിക്കുന്നതിന് മുന്നേ ആണെങ്കിലും പല സാഹചര്യങ്ങൾ, പല ആളുകളോട് ക്രഷുമൊക്കെ തോന്നും. പക്ഷേ നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതം അവരോടൊപ്പം എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കണം. ഈ കല്യാണം കഴിച്ചതിന് ശേഷം ഭർത്താവിന് ഇഷ്ടമില്ല, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇഷ്ടമില്ല, എനിക്ക് മറ്റൊരു തണൽ ഞാൻ കണ്ടു, എക്സ്ട്രാ മെറിറ്റൽ അഫെയർ, അതും നിങ്ങൾ വളരെ സൂക്ഷ്മതയോടെ, നിയമപരമായിട്ട് ഇതെല്ലാം വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിനപ്പുറത്തേക്ക് എന്തായിരിക്കും നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന പരിണിത ഫലം? ഒരിടത്തും കടിച്ചു തൂങ്ങി നിൽക്കണം എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ വീട്, നിങ്ങളുടെ മാതാപിതാക്കൾ എന്ന് പറയുന്നത് എന്നും നിങ്ങൾക്കൊരു ആശ്രയമായിരിക്കും. നിങ്ങളുടെ എന്ത് പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വരുവാണെങ്കിലും തിരിച്ച് അങ്ങോട്ടേക്ക് പോവുക, അല്ലാതെ ഒരുത്തനെ വിട്ടിട്ട് മറ്റൊരുത്തൻ്റെ തോളെ കയറി പോവുക എന്നുള്ളത് ഒന്നിനൊരു പരിഹാരമല്ല. അത് പ്രശ്നങ്ങളുടെ ഒരു തുടക്കം മാത്രം ആയിരിക്കും എന്നുള്ളൊരു കാര്യം വ്യക്തമായിട്ട് ഓർത്തിരിക്കേണ്ടതാണ് പെൺകുട്ടികൾ കേട്ടോ.